நான்சென்ஸ் காக். நானும் எவ்வளோ நாள் நல்லவனா நடிச்சுட்டு இருக்கேன். ஐ ஆம் இம்ப்ரெஸ்ட். இனிமேல் சத்தியமாக குடிக்க மாட்டேடா. திஸ் இஸ் மை ഫക്കിംഗ് ഗെയിം. മങ്കാത്തട. മങ്കാത്ത 2011 റിലീസായ സിനിമയാണ്. വെങ്കട് പ്രഭു സിനിമ. ഞാൻ അന്ന് അത് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മങ്കാത്ത റിലീസായ സമയത്ത് എനിക്കത് കാണാൻ ലോട്ട്സ് ഓഫ് റീസൺസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു സിനിമയാണ് മങ്കാത്ത. എത്ര വട്ടം വേണമെങ്കിലും കാണാം. ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്, ഇനിയും പലവട്ടം കാണും. കാരണം ഒരു പീക്ക് സിനിമ. എല്ലാവരുടെയും പീക്ക്. വെങ്കട് പ്രഭുവിൻ്റെ പീക്ക്, തല അജിത് കുമാറിൻ്റെ പീക്ക്, യുവാൻ ശങ്കർ രാജയുടെ പീക്ക്. അങ്ങനെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെ ഇതിലെ നായികമാർ വാവ്, ജസ്റ്റ് വാവ്. ആരൊക്കെ അതിനകത്തുള്ളത്? തൃഷ, അഞ്ജലി പഴയ ക്രഷാണ്. അഞ്ജലിയുടെ മറ്റേ എങ്കയും എപ്പോഴും എന്ന് പറഞ്ഞ സിനിമ കണ്ടായിരിക്കും. മുരുകദോസ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ. അതിലെ സൊട്ട സോങ് ഉൾപ്പെടെ അഞ്ജലി വാസ് എ ഹ്യൂജ് ക്രഷ് ആ സമയത്ത്. പിന്നെ തൃഷ, ദാൻ ആൻഡ് നൗ. പിന്നെ ആൻഡ്രിയ ജെർമിയ, അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ലക്ഷ്മി റായ് എന്നത്തെ ഇതുപോലെ ഹോട്ട് വേഷങ്ങൾ ചെയ്യുന്ന മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മറ്റേ രഞ്ജിത്ത് സിനിമയിൽ. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ ലിസ്റ്റ് നോക്കിക്കേ, നടിമാരുടെ ലിസ്റ്റ് നോക്കിക്കേ. അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് ഒരു അൾട്ടിമേറ്റ് സാധനം. അതാണ് മങ്കാത്ത. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇതൊരു വില്ലനാണ് നായകൻ. അതായത് വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൂരமான വില്ലൻ. ഒരു എമ്പതിയോ മേഴ്സിയോ ഇല്ലാത്ത ഒരു നോ മേഴ്സി അവിടെ. അതാണ് വിനായക് മഹാദേവ്. അത് സാധാരണ സിനിമയിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ? അറ്റ്ലീസ്റ്റ് നായകരുടെ അടുത്ത് എന്തെങ്കിലും ഒരു സിമ്പതിയെങ്കിലും, എമ്പതി പോട്ടൊരു സിമ്പതിയെങ്കിലും. നായികയുടെ അച്ഛന് സ്വിഫ്റ്റ് കാർ, പഴയ സ്വിഫ്റ്റ് പൊളിയാണ്. ഇപ്പം സ്വിഫ്റ്റൊക്കെ പോകാം. ആ സമയത്ത് സ്വിഫ്റ്റ് കാറിനകത്തുനിന്ന് ഈ ജയപ്രകാശ് ചെയ്ത ക്യാരക്ടർ പുള്ളി, അതായത് തൃഷയുടെ അച്ഛൻ സഞ്ജനയുടെ അച്ഛനെ നായികയുടെ മുമ്പിലേക്ക് വലിച്ചങ്ങിടും. അതായത് ഹി വാണ്ടഡ് ടു ഷോ ദാറ്റ് പുള്ളി അതാണ്. അല്ലാതെ നായികയുടെ മനസ്സിൽ എന്നും ഞാൻ നല്ലവനായിരുന്നു, നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് അങ്ങനത്തെ പരിപാടിയില്ല. ഇതിന് മുമ്പ് ഒരിക്കലും സ്കൂൾ ഇങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, അശ്വന്ത ഇങ്ങനെ ഈ കംപ്ലീറ്റ്ലി, അതായത് വില്ലനിസം കംപ്ലീറ്റ് ഉള്ള സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ സിനിമകളുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു മങ്കാത്ത. ടീച്ചർ അന്ന് കണ്ടില്ലായെന്ന് തോന്നുന്നു, പിന്നെ കണ്ടു കാണും. അപ്പം മങ്കാത്തയ്ക്കകത്ത് അജിത്തിൻ്റെ ക്യാരക്ടറിന് ഒരു തരത്തിലുള്ള ജസ്റ്റിഫിക്കേഷൻ ഇല്ല. തൃഷയുടെ ക്യാരക്ടറിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചു, സഞ്ജനയുടെ കാര്യമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ കഷ്ടമാണ്. അവരത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾ. അത് 40 വയസ്സുണ്ട് ഈ പടത്തിൽ വിനായക് മഹാദേവന്. അപ്പോൾ അങ്ങനെ സ്നേഹിച്ച് സോൾട്ട് ആൻഡ് പെപ്പർ. എന്നിട്ട് അച്ഛനാണ് എന്ത് ഫ്രീഡം കൊടുക്കുന്നതിനകത്ത്. സാധാരണ അച്ഛന്മാർ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയൂലേ, ഇതതില്ല. എന്നിട്ട് അങ്ങനെയുള്ള പിന്നെ അവരെ ചതിച്ച് അയാളെ പണം അടിച്ച് മാറ്റി അയാളെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ്, അത് മഹാവില്ലൻ. അവിടെ അജിത്ത്. അപ്പം അജിത്തിൻ്റെ കരിയർ തന്നെ മങ്കാത്തയ്ക്ക് മുൻപും മങ്കാത്തയ്ക്ക് ശേഷം എന്ന് പറയേണ്ടി വരും. കാരണം തമിഴ്നാട് വിട്ടോ ഈ കേരളത്തിൽ അജിത്തിന് ഇത്രയും വേരുണ്ടാക്കിയ പടം എന്ന് പറയുന്നത് മങ്കാത്തയാണ്. അതിനു മുൻപ് അപാര പടങ്ങൾ, ദീന ഉൾപ്പെടെയുള്ള പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തലേ എന്ന് വിളിക്കുന്നത് മുരുകദോസ് സിനിമ, പഴയ അജിത്തിൻ്റെ ശാലിനിയായിട്ടുള്ള സിനിമ, ലവ് സ്റ്റോറി സിനിമ എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്കാത്തയ്ക്ക് ശേഷമാണ് അജിത്തിന് കേരളത്തിലൊരു കോർ ഫാൻ ബേസ് ഉണ്ടായിട്ടുള്ളത്. അജിത്ത് പടം അതിനുശേഷം വന്ന പടങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഹൈപ്പ് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആരംഭമായി കഴിഞ്ഞാലും ഏത് സിനിമയായി കഴിഞ്ഞാലും. അപ്പോൾ അജിത്തിൻ്റെ സ്ക്രീൻ പ്രസൻസിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സാഗ് എന്നെല്ലാം പറഞ്ഞാൽ സാഗിൻ്റെ പീക്ക്, തലയുടെ സാഗിൻ്റെ അങ്ങേത്തല.
അതാണ് മങ്കാത്തിൽ കണ്ടുള്ളത്. അതിൽ തന്നെ സോൾട്ട് ആൻഡ് പെപ്പർ, അതിൻ്റെ കോസ്റ്റ്യൂംസ്, ഡയലോഗ് ഡെലിവറി, ഈവൻ സ്മോക്കിംഗ്. അതിൽ മറ്റേ കിങ് സ്ട്രോങ് വലിക്കുന്നത്, ആഷ് തട്ടൂല. പലതരം സ്മോക്കിംഗ് ഉണ്ട്. ഇപ്പോൾ മമ്മൂക്ക കളങ്കാവൽ വട്ടം വിടുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാണ് അജിത്ത് ഇങ്ങനെ സ്മോക്ക് ചെയ്തിട്ട് ആഷ് തട്ടുകയില്ല. ചിലർക്ക് അങ്ങനെ ശീലമുണ്ട്. പിന്നെ സിഗരറ്റിൻ്റെ ബഡ് അടുപ്പിച്ച് പിടിക്കുക. ചില ആൾക്കാർ വിട്ട് പിടിക്കും, ബഡിൻ്റെ അറ്റത്തേക്ക് പിടിക്കില്ല, കുറച്ച് മുന്നോട്ട്. ഇതിൽ അജിത്ത് വലിക്കാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾ നമ്മൾ ആ കളർ വരുന്ന സ്ഥലമല്ലേ, ബഡിൻ്റെ അവിടെ വേറെ കളറാണല്ലോ, ബ്രൗൺ കളർ, അതിൻ്റെ മുകളിലേക്കാണ് പിടിക്കുന്നത്. അങ്ങനെ വലിക്കുന്ന ആൾക്കാരുണ്ട്, ആഷും തട്ടൂല. എന്നിട്ട് പുള്ളിക്ക് ഇതിൽ ബോഡിയൊന്നും സെറ്റല്ല. പുള്ളിയുടെ ബോഡി നോക്കിക്കോ, ഭയങ്കര ലൂസാണ് ബോഡി. എന്നിട്ട് ഷെർട്ട്ലെസ് ആയിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ ആലോചിച്ച് നോക്ക് ഒരു ആക്ടറുടെ. എന്നിട്ട് ഇങ്ങനെ നടക്കുക, നാനൂ എവ്വളോ നാളെന്നുള്ളവനാ ഒന്ന് അടിച്ചിട്ട് ഇരുപ്പൻ. എന്നിട്ട് കൊടൂര പെർഫോമൻസ്, ഡയലോഗ് ഡെലിവറി. പിന്നെ ഇതിലെ ഡയലോഗ്സ്, അതായത് ലിയോയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഏതൊരു തേവടിയെ പയ്യെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞ. ഇതിൽ മ്യൂട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇങ്ങനത്തെ പറയുന്നേ. ഇത് ലക്ഷ്മി റായിനൊക്കെ കൊല്ലുന്ന സീൻ ആലോചിച്ച് നോക്കിയേ, യജാതി. അവിടെ മറ്റേ പറയുന്നുണ്ട് ലക്ഷ്മി റായിനെ. പിന്നെ ഇയാൾ പ്രേംജി അമരൻ, ഇയാളെ ബ്രദർ, പുള്ളിയുടെ ഗോവ എന്ന് പറഞ്ഞ വെങ്കട് പ്രഭുവിൻ്റെ ഗോവ കിട്ടില്ല എൻ്റെ ട്രെയിലറാണ്, ജയ്യൊക്കെ അഭിനയിച്ച പടം. അപ്പോൾ അതിലേ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമായി, ഇദ്ദേഹത്തെ പ്രേംജി അമരൻ. അപ്പോൾ പുള്ളി ഇതിൽ എന്താ കോമഡി, ടൈമിങ്, ഡയലോഗ്, പിന്നെ റെഫറൻസ്, എന്തിനെല്ലാം റെഫറൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ലാസ്റ്റ് എൻ്റെ പുള്ളി ബാക്കിൽ നിന്ന് ഡോളർ എടുത്തിട്ട് അർജുന സർജയ്ക്ക് കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ഗണ്ണെടുക്കാൻ വെച്ചാൽ കൊന്നു കളഞ്ഞു. അതായത് ഭയങ്കര ഡാർക്ക് സാധനം, ഇത് വൺ ഡാർക്ക് പടം. ഇതിൽ ആൾക്കാരെ കൊല്ലുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതൊരു ഷേക്സ്പീരിയൻ ട്രാജഡി പോലെ. അവസാനം എല്ലാവരും മരിക്കുക, നായകൻ മരിക്കുന്നില്ല. ഷേക്സ്പിയർ ട്രാജഡിയിൽ എല്ലാവരും മരിക്കും, നായകനും മരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാവരെയും കൊന്നു തള്ളുക. അത് കൊല്ലുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് കൊല്ലുന്ന ഡാർക്കാ, കോമഡി ആയിട്ടാണ് കൊല്ലുന്നത്. അപ്പോൾ അങ്ങനെ വൈഭവ് റെഡ്ഡി, പുള്ളിക്ക് അത് തന്നെയാണെന്ന് തോന്നുന്നു പേര്. പുള്ളിയൊക്കെ കിട്ടില്ല പെർഫോമൻസാണ്. ഇതിൽ അഞ്ജലിയുടെ ഭർത്താവായിട്ട് അഭിനയിച്ചത്. പിന്നെ അശ്വിൻ കാക്കുമനു എന്നാണ് പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു. അശ്വിൻ കാക്കുമനു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചത്. കിട്ടില്ല പെർഫോമൻസ്. പിന്നെ ഭഗത്ത് എന്നുള്ള പേര് തന്നെയാണ് സിനിമയിലെ ക്യാരക്ടർ. കിട്ടില്ല. പിന്നെ നമ്മളെ മലയാളത്തിലെ നന്ദനത്തിലൊക്കെ അഭിനയിച്ച പുള്ളി, ഡാൻസ് മാസ്റ്റർ, പുള്ളി ഗംഭീര. ഫൈസൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ തൊപ്പിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അരവിന്ദ് ആ പുള്ളി മറ്റേ കൃഷ്ണനായിട്ട് അവതരിച്ച് ഓടക്കൊള്ളക്കായിട്ട് ആ പുള്ളിയുണ്ട്. കിടിലം പെർഫോമൻസ്. അങ്ങനെ പാക്ഡുള്ള പടം. പിന്നെ യുവാൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അനിരുദ്ധാണല്ലോ ഇപ്പോഴത്തെ പീക്ക് എന്ന് പറയുന്നത്. അതായത് അനിരുദ്ധിൻ്റെ പീക്കാണ് ഇന്ത്യയിൽ തന്നെ ദ മോസ്റ്റ് വാണ്ടഡ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് അനിരുദ്ധാണ്. പക്ഷേ യുവാൻ ഇതിൽ കോപ്പി ക്യാറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാം, കുറേ കോപ്പി ക്യാറ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതിൽ യുവാൻ ചെയ്തു വെച്ച പരിപാടികൾ അപ്പോൾ അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കേൾക്കണം. അതിൻ്റെ സ്കോറും സോങ്സും. ഇതിൽ വിളയാട്ട് മങ്കാത്ത അത് മുതൽ തുടങ്ങി ഇതിൽ 3-4 സോങ്സിന്. പക്ഷേ ഒരു സോങ്സ് നമുക്ക് മടുക്കൂല. മറ്റേ അംബാനി പരമ്പര ആ സോങ് ആയിക്കഴിഞ്ഞാൽ അതിൽ അജിത്തിൻ്റെ പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ. പിന്നെ വാട ബില്ലാത സോങ്, അതിൽ ബാക്ക്ഗ്രൗണ്ട് മാറുന്നുണ്ട്, മറ്റേ VFX ചെയ്തത്. അത് ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് അത്ര ഇമ്പ്രസീവായി തോന്നില്ല. പക്ഷേ അന്ന് 2011 കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് കാണുന്ന സമയത്ത് ഭയങ്കര ഇമ്പ്രസീവ്. അതിലെ കോസ്റ്റ്യൂംസ്, തൃശ്ശയുടെ കോസ്റ്റ്യൂംസ് മാറുന്നു, അജിത്തിൻ്റെ കോസ്റ്റ്യൂംസ് മാറുന്നു, അജിത്ത് സ്റ്റെപ്സ് ഇടുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു മൂഡ് സാധനമാണ് മങ്കാത്ത. അത് തിയേറ്ററിൽ പോയിട്ട് കണ്ടു, ജസ്റ്റ് കാണാൻ തോന്നി കണ്ടു. അപ്പോൾ അത് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. മങ്കാത്ത ഞാൻ പലവട്ടം കണ്ടുള്ള സിനിമ. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല, മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് അന്ന് എന്തോ സാഹചര്യം ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്, എന്തോ തിരക്ക് കാരണം ഒന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ വെങ്കട് പ്രഭുവിന് പോലും പിന്നെ അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പിന്നെ സൂര്യ വെച്ച് മാസ് ചെയ്തു, ഇപ്പോൾ ലാസ്റ്റ് വിജയിനെ വെച്ച് ഗോട്ട് ചെയ്തു. പോകാം. അതായത് അദ്ദേഹത്തിൻ്റെ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് മങ്കാത്ത. അജിത്തിൻ്റെ വൺ ഓഫ് ഹിസ് ബെസ്റ്റ് എന്ന് പറയുന്നത് മങ്കാത്ത. യുവാൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മങ്കാത്ത. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു അന്യായ പടം.
പിന്നെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി നോ റൂൾസ് എന്ന് പറയാം നമ്മൾ. ഇപ്പം കുറേ ആൾക്കാർ കുറേ വരാതെ കാണിക്കില്ലേ, എന്താ കംപ്ലീറ്റ് മാഡ്നെസ്സോ, ഇത് ബ്രെയിൻലെസ്സോ, എന്തൊക്കെയോ കാണിക്കുന്നില്ലേ? ഒന്നുമല്ല, ഇതാണ് സാധനം. ഇതിൽ നിങ്ങൾ നോക്ക്, അർജുൻ സർജ, അർജുനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആക്ഷൻ കിങ്, മൈ ഡിയർ തലേ. അപ്പോൾ അർജുന് തുടക്കത്തിലും അവസാനത്തിൽ അർജുൻ വരുന്നു, പക്ഷേ അർജുൻ്റെ പ്രസൻസ് നമുക്ക് ത്രൂ ഔട്ട് ഫീൽ ചെയ്യും. പുള്ളിയുടെ ഹെയർ സ്റ്റൈല്, അത്ര ഹെയർ വെച്ച് പോലീസ് ഓഫീസർ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി സ്പെഷ്യൽ ടീമാണ്. പുള്ളിയുടെ കോസ്റ്റ്യൂംസ്, പുള്ളിയുടെ പരിപാടി, പുള്ളിയുടെ ഫൈറ്റ് സീക്വൻസ് മൊത്തം ലാസ്റ്റ് ആക്ഷൻ കിങ് മൈ ഡിയർ തലേ എന്ന് വിളിക്കുന്ന ആ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇതിലെന്താണ് ഈ റിലീസിനെ കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര രസമാണ്, ഭയങ്കര സുഖമാണ്. ഈ പുതിയ സിനിമകൾ ആ സമയത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻസ് അല്ലേ സംസാരിക്കാൻ. സ്പോയിലർ പാടില്ല, ഓവർ ഹൈപ്പ് ചെയ്ത് ഇതാക്കാൻ പാടില്ല, തിയേറ്റർ ഇൻവിറ്റേഷൻ പാടില്ല. ഇങ്ങനെ ഇരുന്നങ്ങ് പറയാം, അതൊരു അതൊരു മൂടാം. അപ്പോൾ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അർജുൻ സർജ, പുള്ളിയുടെ അപാരമായിട്ടുള്ള പരിപാടികൾ. അങ്ങനെ മൊത്തത്തിൽ അപ്പം മങ്കാത്ത ഇനിയും കാണും. തീർന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വലിയ സ്ക്രീനിൽ കാണാം, സൗണ്ട് കിട്ടുക. ഇപ്പോഴും വിടാം ക്വാളിറ്റിയിൽ ഒരു അതായത് 2011 ഇറങ്ങി, ഇത്രയും വർഷമായി, 2021 26 15 വർഷമായി. പക്ഷേ ഇപ്പോഴിറങ്ങുന്ന സിനിമകളെക്കാളും, അല്ലെങ്കിൽ ഇപ്പോഴിറങ്ങുന്ന സിനിമകളുടെ അത്രയും ക്വാളിറ്റി ഇതിന് എല്ലാത്തിലുണ്ട്. VFX മാത്രം കുറച്ച് ലാസ്റ്റ് പ്ലേറ്റ് എടുത്ത് അടിക്കുന്നത്, ഗ്ലാസ് പൊട്ടുന്നത്, ആ സമയത്ത് അത്രയും ആ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. 10-25 കോടി ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണ്, ഏകദേശം 100 കോടിനടുത്ത് കളക്ഷനും ഉള്ള സിനിമയാണ്. അപ്പോൾ വെങ്കിട്ട് പ്രഭു എന്ന് പറഞ്ഞാൽ ഈസ് എ ജീനിയസ്. പക്ഷെ അതുപോലത്തെ ഒരു സാധനം പിന്നെ കിട്ടിയില്ല എന്നുള്ളതാണ്. അത് കിട്ടണം. പിന്നെ ആ സമയത്ത് തല പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് സാധനം. അതായത് തലയുടെ സാൾട്ട് ആൻഡ് പെപ്പറും അതോടൊപ്പം തന്നെ പുള്ളിയുടെ ഒരു പവറുണ്ട്, എനർജിയുണ്ട്. ഇപ്പം തല കളവനായിപ്പോയി, തലയ്ക്ക് വയ്യ, അത് മാറണം. ഗുഡ് ബാഡ് അഗ്ലിയിൽ തകർത്തിട്ടുണ്ട്. പക്ഷേ പൊതുവേ ഇൻ്റർവ്യൂസിന് കാണുന്ന സമയത്ത് തലയ്ക്ക് ഒരു വയ്യായ്ക ഉണ്ട്. അത് മാറിയിട്ട് തല ഒന്നുകൂടെ മങ്കാത്ത ലെവൽ വരണം, സെറ്റായിരിക്കും. സോ വെയിറ്റിംഗ് ഫോർ വെങ്കിട്ട് പ്രഭു തലൈ. പിന്നെ ഓൾസോ യുവാൻ്റെ പീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ പെരുക്കും യുവാൻ. അതിനുള്ള സ്പെഷ്യലി ഒരു യുണീക്ക് സ്റ്റഫാണ് യുവാൻ എന്ന് പറയുന്നത്. അപ്പോൾ യുവാൻ തന്നെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാംസിലോ അല്ലെങ്കിൽ പബ്ലിക് ഓഡിയൻസിനിടയിൽ യുവാൻ്റെ പേര് പറഞ്ഞു നോക്ക്. യുവാൻ ഹാസ് ഗോട്ട് സെപ്പറേറ്റ് ഫാൻ ബേസ്. അപ്പോൾ ഇവരൊക്കെ തീരേണ്ട സമയമായിട്ടില്ല, ഇനിയും പണിയണം, എന്നാലും നമുക്ക് ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മങ്കാത്ത.